കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. അതേസമയം മഴ ലഭ്യതയിൽ വലിയ കുറവാണുണ്ടാകുന്നത്. നമ്മുടെ ഡാമുകളിലെ ജലനിരപ്പ് ഉയരുന്നില്ല എങ്കിൽ അത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് എന്നതുകൂടിയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞു വെക്കുന്നത്. ഇനി ഗുജറാത്തിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. നേരത്തെ ഡാൻ, അതായത് കേരളത്തിലെ മഴ ലഭ്യതയെക്കുറിച്ചും ഡാമിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ പറഞ്ഞ പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ ഗുജറാത്തിലെ ഈ വാർത്തയിലേക്ക് പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജന്മം കൊണ്ട് തന്നെ ഭാഗ്യം ചെയ്തവർ എന്ന് പലരും നിരീക്ഷിക്കാറുണ്ട്. കാരണം ദൈവത്തിന്റെ സ്വന്തം നാട് എന്നൊക്കെയാണല്ലോ നമ്മളെ വിശേഷിപ്പിക്കുന്നത്. അതിന് പല കാരണങ്ങൾ ഉണ്ട്. അതിലൊന്ന് നമ്മുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ആണ്. മലനാടും ഇടനാടും തീരപ്രദേശവും ഒക്കെ ഉൾപ്പെടുന്ന ഭൂപ്രകൃതിയാണ് നമ്മുടേത് എന്നതാണ്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഈ തീരദേശ മേഖല എന്നത് നമുക്ക് വലിയ സാധ്യതകൾ ആണ് നൽകുന്നത്. ഉയർന്ന പ്രദേശങ്ങൾ ടൂറിസം മേഖലയിലടക്കം വലിയ സാധ്യതകൾ നൽകുന്നുണ്ട്. അതേസമയം നമ്മുടെ രാജ്യത്ത് കടൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത നിരവധിയായ ആളുകളുണ്ട്. അതായത് തീരപ്രദേശവുമായൊന്നും അതിർത്തി പങ്കുവയ്ക്കാത്ത എത്രയോ സംസ്ഥാനങ്ങളുണ്ട്. ഇനി ഇതാ പറയാൻ പോകുന്നത് ഗുജറാത്തിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ്. അത് ലോകത്തിൽ തന്നെ അഭിമാനകരമാകാൻ പോകുന്ന ഒരു പ്രൊജക്റ്റ് ഗുജറാത്തിൽ ഉണ്ടാകുന്നു എന്നതാണ്. നമ്മൾ കേരളത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ തന്നെ ഗുജറാത്തും ഗുജറാത്തിന്റെ തീരപ്രദേശങ്ങളും, അതായത് ഇന്ത്യയിൽ ഏറ്റവും അധികം ഭാഗങ്ങളിൽ തീരപ്രദേശം പങ്കുവെക്കുന്ന അല്ലെങ്കിൽ തീരമേഖലയുള്ള ഏറ്റവും അധികം ഭാഗങ്ങളിലൂടെ തീരപ്രദേശം കടന്നു പോകുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് എന്നതാണ്. ഗുജറാത്തിലെ തീരത്തിൻ്റെ ദൈർഘ്യം എന്നത് ഏതാണ്ട് 2300 കിലോമീറ്റർ എന്നതാണ്. അതുമാത്രവുമല്ല, നമ്മൾ ഭൂമിശാസ്ത്രം പഠിക്കുമ്പോൾ ഇന്ത്യയുടെ മാപ്പൊക്കെ നമ്മൾ വിശദമായി പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് വരയ്ക്കുമ്പോൾ നമ്മുടെ ഒരു തലഭാഗം എന്ന നിലയിൽ ജമ്മു കാശ്മീർ, അതോടൊപ്പം തന്നെ കീഴ്ഭാഗം എന്ന നിലയിൽ കേരളത്തെയൊക്കെ വരയ്ക്കാറുണ്ട്. പക്ഷേ അങ്ങനെ തലയും വാലുമൊന്നുമില്ല എന്നതാണ് വസ്തുത. അതോടൊപ്പം തന്നെ ഗുജറാത്ത് എന്ന സംസ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ ആ ഗുജറാത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി നമുക്കറിയാം. അവിടെ തീരപ്രദേശം എന്ന് പറയുമ്പോൾ പോലും ഇടുങ്ങിയ പ്രദേശങ്ങൾ കൂടിയുണ്ട്. അതായത് കടൽ കയറി നിൽക്കുന്ന ഇടുങ്ങിയ മേഖലകൾ കൂടിയുണ്ട് എന്നത് നമുക്കറിയാം. ഈ സാധ്യതയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു അണക്കെട്ട് നിർമ്മിക്കുക എന്ന പ്രൊജക്റ്റുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം രാജ്യസഭയിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു. അവിടെയാണ് കേന്ദ്ര ജലവിഭവ സഹമന്ത്രി ഈ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ പാരിസ്ഥിതിക ആഘാത പഠനം ഉൾപ്പെടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് സഭയെ അറിയിച്ചത്. ഈ പ്രൊജക്റ്റ് എന്താണ് എന്നതാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. കൽപ്പസർ അണക്കെട്ട് എന്ന വലിയൊരു പ്രൊജക്റ്റ്, 1.30 കോടി രൂപ മുടക്കിക്കൊണ്ടുള്ള ഒരു ബൃഹത് പദ്ധതിയാണ് ഗുജറാത്ത് സർക്കാർ ആസൂത്രണം ചെയ്യുന്നത് എന്നതാണ്. ഇനി നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. നമ്മൾ ഗുജറാത്ത് സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം സൗരാഷ്ട്ര, ദക്ഷിണ ഗുജറാത്ത്, സെൻട്രൽ ഗുജറാത്ത് എന്നിങ്ങനെയുള്ള ഭാഗങ്ങൾ ആണ് ഉള്ളത്. ഒരു പക്ഷേ ഈ കടൽ ഇതിൻ്റെ മധ്യഭാഗത്തു കൂടി അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തു കൂടി കടന്നു ചെല്ലുന്നില്ലായിരുന്നുവെങ്കിൽ ഇവിടെ ഇതാ ഗുജറാത്തിലെ 2 പ്രധാനപ്പെട്ട നഗരപ്രദേശങ്ങൾ, അതിലൊന്ന് ഭാവ്നഗറാണ്, 2 സൂറത്താണ്. ഗുജറാത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരങ്ങളിൽ 2ാം സ്ഥാനത്ത് സൂറത്താണ്, 5ാം സ്ഥാനത്ത് ഭാവ്നഗർ ആണ് എന്നതാണ്. ഈ ഭാവ്നഗറിൽ ഉള്ള ഒരാൾക്ക് സൂറത്തിലേക്ക് എത്തണമെങ്കിൽ കരമാർഗം എങ്ങനെയാണ് അതിൻ്റെ പാത എന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ പ്രേക്ഷകർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നതാണ് എടുത്തു പറയേണ്ടത്. അവിടെ ഒരു തടസ്സമായി നിൽക്കുന്നത് ഈ കടൽ ആണ് എന്നതറിയാം. അതായത് സൂറത്തിൽ നിന്നൊരാൾക്ക് ഭാവ്നഗറിലേക്ക് പോകണമെങ്കിൽ ഈ മാർഗം, അതായത് റോഡ് മാർഗം പോകണമെങ്കിൽ എത്രത്തോളം ചുറ്റേണ്ടി വരുന്നു എന്നതാണ് ആദ്യം ഞാൻ സൂചിപ്പിക്കുന്നത്. അവിടെ ഇതാ ആ ചുറ്റൽ ഒഴിവാക്കി അതിന് പകരം സൂറത്തിനെയും അതോടൊപ്പം തന്നെ ഭാവ്നഗറിനെയും ഒരു പാലത്തിലൂടെ ബന്ധിപ്പിച്ചാൽ എങ്ങനെയുണ്ടാകും? അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിർമ്മിക്കാൻ പോകുന്ന അണക്കെട്ട് എന്നതാണ് വസ്തുത. അതായത് സൂറത്തിൽ നിന്ന് ഭാവ്നഗറിലേക്ക് ഒരു പക്ഷേ ഈ കടൽ മാർഗം സഞ്ചരിച്ചാൽ 95 കിലോമീറ്റർ ആയിരിക്കും അതിൻ്റെ ദൈർഘ്യം എന്നതാണ് എടുത്തു പറയേണ്ടത്. 95 കിലോമീറ്റർ സഞ്ചരിച്ചാൽ, നേർരേഖയിൽ സഞ്ചരിച്ചാൽ ഭാവ്നഗറിലേക്ക് എത്താം. എന്നാൽ എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. അതായത് സൂറത്തിൽ നിന്ന് ഭാവ്നഗറിലേക്ക് ഇപ്പോൾ ഉള്ളത് റോഡ് മാർഗം ഉള്ള യാത്രയാണ്. ഇതാ നോക്കൂ, 346 കിലോമീറ്റർ ഈ നിലയിൽ വളഞ്ഞ് സഞ്ചരിച്ചാൽ മാത്രമാണ് ഭാവ്നഗറിൽ നിന്ന് സൂറത്തിലേക്കും സൂറത്തിൽ നിന്ന് ഭാവ്നഗറിലേക്കും എത്താൻ സാധിക്കൂ. വെറും 95 കിലോമീറ്റർ മാത്രം ആണ് ഇവർ തമ്മിലുള്ള, ഈ 2 നഗരങ്ങൾ തമ്മിലുള്ള ദൂരം എന്നിടത്താണ് ഈ ഭൂമിശാസ്ത്രപരമാകുന്ന ഒരു പ്രത്യേകത ഇവിടെ തിരിച്ചടിയായി മാറുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനി മറ്റു വിശദാംശങ്ങളിലേക്ക് കൂടി ഒന്ന് നമ്മൾ പോകുമ്പോൾ ഇവിടെ
ഈ സൗരാഷ്ട്രയെയും അതോടൊപ്പം തന്നെ സൗത്ത് ഗുജറാത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കണമെങ്കിൽ സെൻട്രൽ ഗുജറാത്തിലൂടെ കൂടി കടന്നുപോയി മാത്രമേ യാത്ര സാധ്യമാവുകയുള്ളൂ. ഈ റൂട്ട് പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്, പ്രതിദിനം 10,000-കണക്കിന് വാഹനങ്ങൾ ആണ് ഈ രീതിയിൽ ഗുജറാത്തിലൂടെ സഞ്ചരിക്കുന്നത്. ഒന്ന്, ഇതുണ്ടാക്കുന്ന സമയദൈർഘ്യം എന്നതാണ്. മറ്റൊന്ന്, ഇതുണ്ടാക്കുന്ന ചെലവ് എന്നതാണ്. മറ്റൊന്ന്, ഇന്ധനം എന്നതാണ്. അപ്പോൾ ഈ പറയുന്ന സൗത്ത് ഗുജറാത്തിൽ നിന്ന് സൗരാഷ്ട്രയിലേക്ക് ഒരാൾക്ക്, ഓർക്കുക ഇതൊരു സംസ്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്, ഒരു സംസ്ഥാനത്ത്. നമ്മളിപ്പോൾ കാസർഗോഡ് നിന്ന് ഒരാൾ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ എത്രത്തോളം ദൂരം സഞ്ചരിക്കണം എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് സൗത്ത് ഗുജറാത്തിൽ നിന്ന് സൗരാഷ്ട്രയിലേക്ക് കടക്കണമെങ്കിൽ ഇത്രയധികം ദൂരം റോഡ് മാർഗം സഞ്ചരിക്കേണ്ടതായി വരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അതുമാത്രവുമല്ല, റെയിൽ ഗതാഗതം പരിശോധിച്ചാലും ഇത്തരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് റോഡ് ഗതാഗതം മാത്രമല്ല, റെയിൽ ഗതാഗതം കൂടി സൂചിപ്പിക്കുന്ന ഒരു മാപ്പ് ആണ് ഇത്. അങ്ങനെയെങ്കിൽ എടുത്തു പറയേണ്ടത്, സൂറത്തിൽ നിന്ന് ഭാവ്നഗറിലേക്കുള്ള ട്രെയിൻ യാത്ര എന്നത് സൂറത്തിൽ നിന്ന് വഡോദരയിലെത്തണം, അവിടെ നിന്ന് അഹമ്മദാബാദിലേക്ക് എത്തണം, പിന്നീട് സുരേന്ദ്രനഗറിലേക്ക് എത്തണം. അവിടെ നിന്നാണ് ഈ സൂചിപ്പിക്കുന്നത് പോലെ നമുക്ക് ഭാവ്നഗറിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. വളരെ ചുരുക്കി പറഞ്ഞാൽ, കേവലം 95 കിലോമീറ്റർ മാത്രം സഞ്ചരിക്കേണ്ട ഇടത്ത് കിലോമീറ്ററുകൾ പിന്നിട്ട് മാത്രമാണ് ഈ ഗുജറാത്തിൽ നിന്നുള്ള ഗതാഗതം സാധ്യമാകുന്നത്. അതാകട്ടെ സെൻട്രൽ ഗുജറാത്ത്, വഡോദര, അഹമ്മദാബാദ് എല്ലാം കവർ ചെയ്തുകൊണ്ടാണ് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം വേണ്ടേ എന്ന ചർച്ച 1975 മുതൽ ഗുജറാത്തിൽ നടക്കുന്നതാണ് എന്നതാണ്. അങ്ങനെ ഗുജറാത്തിൽ നടക്കുന്ന ഒരു ചർച്ചയാണ് അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുകയും ഒരു വലിയ പ്രൊജക്റ്റിലേക്ക് പോവുകയും ചെയ്യുന്നത്. ആ പ്രൊജക്റ്റിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. അതായത് കൽപ്പസാർ എന്ന പേരിലുള്ള അണക്കെട്ട് ഗുജറാത്തിൽ രൂപീകൃതമാകുമ്പോൾ അത് കടലിനകത്തുള്ള അണക്കെട്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ കടലിനകത്തുള്ള അണക്കെട്ട് എന്നതിനോടൊപ്പം തന്നെ സൂചിപ്പിക്കേണ്ടത്, ഈ ഭാഗത്തേക്ക്, അതായത് ഈ കൽപ്പസാർ അണക്കെട്ട് നിർമ്മിക്കാൻ പോകുന്ന ഭാഗത്തെ നമുക്ക് ഖംബാത് ഉൾക്കടൽ മേഖല എന്നാണ് വിശേഷിപ്പിക്കേണ്ടത്. ഈ ഒരു ദൃശ്യമാണ് ഈ കാണുന്നത്. ഈ ഒരു ഭാഗത്തെയാണ് ഖംബാത് എന്ന് പറയുന്നത്. അവിടേക്ക് പ്രധാനപ്പെട്ട 3 നദികൾ കൂടി ഒഴുകിയെത്തുന്നുണ്ട് എന്നതാണ്. നർമ്മദ, സബർമതി, തപ്തി നദികൾ. ഈ നദികൾ കൂടി ചേരുന്ന കടൽ ഭാഗത്തെ ആണ് ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഖംബാത് ഉൾക്കടൽ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ ഭാഗം. ഇവിടെയാണ് ഈ കടലിനുള്ളിൽ തന്നെ ഒരു അണക്കെട്ട് നിർമ്മിക്കാൻ പോകുന്നത്. ആ അണക്കെട്ടിൻ്റെ ദൈർഘ്യം എന്നത് 60 കിലോമീറ്റർ ആയിരിക്കും എന്നതാണ്. നമ്മൾ സൂറത്തും ഭാവ്നഗറും തമ്മിലുള്ള ദൂരം എന്നത് 90 കിലോമീറ്ററിന് മുകളിൽ എന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഒരു അണക്കെട്ടിൻ്റെ നിർമ്മിതി നമുക്കറിയാം, നേർരേഖയിലൊന്നും അല്ല അണക്കെട്ട്, വലിയ മർദ്ദം ആയിരിക്കും വെള്ളത്തിനുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇതാ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയായിരിക്കും അണക്കെട്ടിൻ്റെ നിർമ്മിതി വരാൻ പോകുന്നത്. സൂറത്തിൽ നിന്ന് മറുഭാഗത്തേക്ക് എത്തുമ്പോൾ, അതായത് സൗരാഷ്ട്രയെയും ദക്ഷിണ ഗുജറാത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടലിനു മധ്യേ ഇങ്ങനെ ഒരു അണക്കെട്ട് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ദൈർഘ്യം എന്നത് 60 കിലോമീറ്റർ ആണ്. ഒപ്പം ഈ അണക്കെട്ടിൻ്റെ ചുറ്റളവ്, അതായത് വിസ്തീർണം എന്ന് പറയുന്നത് ആകെ 1800 ചതുരശ്ര കിലോമീറ്റർ ആണ് എന്നതാണ്. ഈ അണക്കെട്ടിനകത്തെ ജലത്തിൻ്റെ ശേഷി എന്നത് 7807 മില്യൺ കുബിക് മീറ്റർ ജലം ആണ് ഇതിനകത്ത് ശേഖരിക്കാൻ പോകുന്നത് എന്നതാണ്. പ്രിയ പ്രേക്ഷകരെ, ഇതിൽ രസകരമാകുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുള്ളത്, ഇതാ ഈ 60 കിലോമീറ്റർ വരുന്ന ഈ അണക്കെട്ടിൻ്റെ മുകൾ ഭാഗത്തുകൂടി 16 വരിയുള്ള പാതയാണ് കടന്നു പോകാൻ പോകുന്നത് എന്നതാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്കറിയാം 6 വരി പാതയുടെയൊക്കെ ഒരു വലിപ്പം നമുക്ക് ഉദ്ദേശിക്കാവുന്നതേ ഉള്ളൂ. അത് 8 വരി പാതയാകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം നമുക്കറിയാം. അതിൻ്റെയും ഇരട്ടിയാണ് 16 വരികൾ ഉള്ള ഒരു പാതയാണ് ഈ 60 കിലോമീറ്ററിൽ കടന്നു പോകാൻ പോകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അവിടെ കൊണ്ടും തീരുന്നില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു എങ്ങനെയാണ് അവിടുത്തെ റെയിൽവേ കടന്നു പോയത് എന്നത്. അതായത് സൂറത്തിൽ നിന്ന് വഡോദരയിലും അഹമ്മദാബാദിലും ഒക്കെ എത്തി. അതായത് വളരെ എളുപ്പത്തിൽ പ്രേക്ഷകർക്ക് മനസ്സിലാകണമെങ്കിൽ ഏതാണ്ട് ഒരു സൂറത്ത് ഭാഗത്ത് നിന്ന് വഡോദര, അഹമ്മദാബാദ് എല്ലാം പിന്നിട്ട് മാത്രമായിരുന്നു നമുക്ക് ഈ സൂചിപ്പിക്കുന്ന ഭാവ്നഗറിലേക്ക് എത്താൻ പറ്റുന്നത് എങ്കിൽ ഈ സമാനമാകുന്ന അണക്കെട്ടിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 4 വരിയുള്ള റെയിൽ പാത കൂടി നിർമ്മിക്കുന്നു എന്നതാണ് ഈ ബിഗ് പ്രൊജക്റ്റിൻ്റെ ലക്ഷ്യം എന്നത്. ഒരു പക്ഷേ ലോകത്തിന് തന്നെ മാതൃകയാകാൻ പോകുന്ന ബൃഹത് പദ്ധതിയാണ് ഗുജറാത്ത് ഇതിലൂടെ ആസൂത്രണം ചെയ്യുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതുമാത്രവുമല്ല, ഈ പ്രൊജക്റ്റ് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നേരത്തെ ദക്ഷിണ ഗുജറാത്തിനെയും സൗരാഷ്ട്രയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന യാത്ര 150 കിലോമീറ്റർ ഏറ്റവും കുറഞ്ഞത് ലാഭിക്കാം എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്.
ഒരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം 5 മണിക്കൂർ ആണ് ഈ യാത്ര കൊണ്ട് കുറയാൻ പോകുന്നത് എന്നതാണ്. ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. ഇങ്ങനെയൊരു പ്രൊജക്റ്റ് ഈ യാത്രാ സൗകര്യത്തിന് വേണ്ടിയല്ല ഡാം എന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ ഈ ഡാം പൂർത്തീകരിക്കുന്നതോടെ സൗരാഷ്ട്ര ഉൾപ്പെടുന്ന മേഖല, അവിടെ ഏതാണ്ട് 26 ലക്ഷം ഏക്കർ സ്ഥലം കൃഷിക്ക് പലപ്പോഴും വെല്ലുവിളി ഉണ്ടാകുന്നത്, അവിടെ വലിയ ചൂട് അനുഭവപ്പെടുന്നു എന്നതാണ്. ഈ സൗരാഷ്ട്രയിലെ 9 പ്രദേശങ്ങളിലെ 9 ജില്ലകളിലെ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമിയിലേക്ക് ഈ പ്രൊജക്റ്റിലൂടെ, അതായത് കൽപ്പസാർ അണക്കെട്ടിൽ നിന്ന് വെള്ളം എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ സൂചിപ്പിക്കേണ്ട മറ്റൊന്ന്, ഇതിനോട് അനുബന്ധമായി മറ്റ് നിരവധി ഊർജ്ജ പദ്ധതികൾ രൂപപ്പെടുവാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കേരളത്തിലെ അണക്കെട്ടുകൾ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അണക്കെട്ടുകളാൽ കൂടി സമ്പന്നമാകുന്ന ഒരു സംസ്ഥാനമാണ്. നമുക്ക് 44 പുഴകളോടൊപ്പം 60-ലധികം അണക്കെട്ടുകളുണ്ട്. ആ അണക്കെട്ടുകളിൽ 40 അണക്കെട്ടുകൾ ബൃഹത്തായ അണക്കെട്ടുകളാണ്. കേരളത്തിലെ ജില്ലകൾ പരിശോധിച്ചാൽ ആലപ്പുഴ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളെയൊക്കെ മാറ്റി നിർത്തിയാൽ അണക്കെട്ടുകളില്ലാത്ത ജില്ലകൾ തന്നെ ഇല്ല എന്നതാണ് രസകരമാകുന്ന കാര്യം. ഇടുക്കി എന്ന ജില്ലയിൽ മാത്രം 20 അണക്കെട്ടുകൾ ഉണ്ട്. എന്നിട്ടും നമുക്ക് ആവശ്യത്തിന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനൊന്നും സാധിക്കുന്നില്ല. നമ്മുടെ ജലസേചനത്തിലടക്കം പ്രതിസന്ധി നേരിടുമ്പോഴാണ് ഇങ്ങനെയൊരു ബൃഹത് പദ്ധതിയിലൂടെ ഗുജറാത്തിൻ്റെ കുടിവെള്ളത്തിന് വലിയ തോതിൽ പരിഹാരമാകാൻ പോകുന്നത്. അവിടെ ഗതാഗത സംവിധാനം മെച്ചപ്പെട്ടതാകുന്നു, കുടിവെള്ളക്ഷാമം പരിഹരിക്കപ്പെടുന്നു, വലിയ ജലവൈദ്യുത പദ്ധതികൾ അവിടേക്ക് വരാൻ പോകുന്നു, ഒപ്പം കാർഷിക മേഖലയ്ക്ക് വലിയ വളർച്ചയും കൈവരിക്കാൻ പോകുന്നു. ഇത് എടുത്തു പറയേണ്ടത്, ഈ പ്രൊജക്റ്റ് നെതർലൻഡ് എന്ന രാജ്യത്തിൻ്റെ സഹകരണത്തോടു കൂടിയാണ് നടത്താൻ പോകുന്നത് എന്നതാണ്. നെതർലൻഡ് എന്ന രാജ്യത്തിൻ്റെ പ്രത്യേകത, അത് സമുദ്രനിരപ്പിൽ നിന്ന് താഴെ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ്. അവിടെ ഏറ്റവും അധികം ജലഗതാഗത സംവിധാനങ്ങളെയും ജല ഊർജത്തെയും ഒക്കെ പ്രയോജനപ്പെടുത്തുന്ന രാജ്യമാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നെതർലൻഡിൽ സന്ദർശനം നടത്തിയിരുന്നു. ആ സന്ദർശനത്തിൽ ഉൾപ്പെടെ ഈ ടെക്നോളജിയെ, നെതർലൻഡ് എങ്ങനെയാണോ ഈ ടെക്നോളജിയെ, ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കേണ്ടത്, 1930 കാലഘട്ടത്തിൽ തന്നെ നെതർലൻഡ് ഇത്തരം ഡാമുകൾ നിർമ്മിച്ചിരുന്നു എന്നതുകൂടിയാണ്. ഏതാണ്ട് ഒരു നൂറ്റാണ്ടിന് മുമ്പ് തന്നെ എന്ന് നമുക്ക് സാങ്കേതികമായി പറയാം. ആ സാങ്കേതിക സംവിധാനങ്ങൾ അടക്കം അഡ്വാൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ബിഗ് പ്രൊജക്റ്റിലേക്ക് പോകുന്നത്. ഓർക്കുക, ഇവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ 1,32,000 കോടി രൂപ മുടക്കിക്കൊണ്ടാണ് ഈ പ്രൊജക്റ്റ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ ഒരു പക്ഷേ ഈ പ്രൊജക്റ്റ് യാഥാർത്ഥ്യമാകുമ്പോൾ, ഞാൻ സൂചിപ്പിച്ചു, ഇവിടേക്ക് 3 നദികൾ കൂടി ഒഴുകിയെത്തുന്നു എന്നത്. ഈ കടലിലാണ് ഇങ്ങനെയൊരു അണക്കെട്ട് നിർമ്മിക്കാൻ പോകുന്നത് എങ്കിൽ പോലും ഈ പ്രൊജക്റ്റ് പൂർണ്ണമാകുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൂടി എന്ന നിലയിലേക്ക് ഈ മേഖല മാറും എന്നതാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഈ പ്രൊജക്റ്റ് പൂർത്തിയാകുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു പദ്ധതിയായി കൂടി ഇത് മാറും എന്നതാണ്. ഈ പദ്ധതിയുമായി മുന്നോട്ട് എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വ്യക്തമാക്കിയത്. ഇടവേള. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.